ഓക്കെ, നമ്മൾ എംപ്ലോയിയുടെ പുതിയൊരു രജിസ്ട്രേഷൻ എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ESSA എംപ്ലോയിയുടെ പുതിയൊരു എംപ്ലോയി നമ്മൾ ഓർഗനൈസേഷന് വരിക, അതിന് മുമ്പ് IP ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് നോക്കുന്നത്. ഫസ്റ്റ് ESIയുടെ സൈറ്റിൽ നമ്മൾ ലോഗിൻ ചെയ്യുക. ഇതാണ് സൈറ്റ്, ESICയുടെ സൈറ്റാണ്. ഓക്കെ, ഒഫീഷ്യൽ സൈറ്റാണത്. ഓക്കെ, ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പം ഇങ്ങനെയാണ് വരിക. അതിനുശേഷം എംപ്ലോയർ ലോഗിൻ എന്നൊരു പോർട്ടൽ കണ്ടു ലെഫ്റ്റ് സൈഡിൽ, അത് ഓപ്പൺ ചെയ്യുക. ദെൻ ID ആൻഡ് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എംപ്ലോയറിൻ്റെ IDയും പാസ്വേഡും ആ കാണിക്കുന്ന ക്യാപ്ചയും ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോഴത്തേനും ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. എപ്പോഴും മോസില്ല ഫയർഫോക്സിൽ നിന്ന് കയറണം കേട്ടോ. ഇതെല്ലാം എഗ്രി കൊടുത്തിട്ട് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഓക്കെ, നമ്മൾ എംപ്ലോയറിൻ്റെ സൈറ്റിലൊക്കെ ജോയിൻ ചെയ്തു, IDയും പാസ്വേഡൊക്കെ ഉപയോഗിച്ചു. അപ്പോൾ ഇങ്ങനൊരു ബോർഡാണ് നമുക്ക് വരിക അല്ലേ. ഇങ്ങനൊരു ടെംപ്ലേറ്റാണ് ഓപ്പൺ ചെയ്ത് വരിക. ഇതിനകത്ത് എംപ്ലോയറിൻ്റെ എല്ലാ സെക്ഷനുമാണ് ഇവിടെ. ഇപ്പോഴെന്ന് വെച്ചാൽ വേജ് കോൺട്രിബ്യൂഷൻ റെക്കോർഡ്സ് ഇവിടെ ഉണ്ട്. ആക്സിഡൻറ്റ് എന്തെങ്കിലും എംപ്ലോയിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ വിത്തിൻ 48 hours നമ്മൾ എന്താണ് റിപ്പോർട്ട് ചെയ്യണം അല്ലേ, അതിവിടെയാണ് ചെയ്യുക. ആക്സിഡൻറ്റ് റിപ്പോർട്ട് ക്ലെയിമിൻ്റെ അവിടെയാണ് നമ്മൾ ചെയ്യുക. ദെൻ ആക്സിഡൻറ്റ് റിപ്പോർട്ടിൻ്റെ പ്രിൻ്റ് എടുക്കുന്നത് എല്ലാം എന്താണ് എംപ്ലോയറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. പിന്നെ എംപ്ലോയി ഈ സെഷൻ വരികയാണെന്നുണ്ടെങ്കിൽ എംപ്ലോയി വിത്ത് പ്രീവിയസ്ലി അലോട്ടഡ് ESI നമ്പർ, നേരത്തെ കൂട്ടി ESI നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മളിവിടെയാണ് ആ എംപ്ലോയിനെ രജിസ്റ്റർ ചെയ്യുന്നത്. പിന്നെ പുതിയ എംപ്ലോയി രജിസ്ട്രേഷൻ ആണെങ്കിൽ ഇവിടെ. പിന്നെ എംപ്ലോയീസിൻ്റെ ഇൻഷുർഡ് പേഴ്സൺസിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അപ്ഡേഷൻ ആണെങ്കിൽ ഇവിടെയാണ്, ആ ഏരിയ ഇവിടെയാണ് നമ്മൾ എന്താണ് ഈ സെഷനിലാണ് എന്താണ് അപ്ലൈ ചെയ്ത്, അല്ലെങ്കിൽ ഈ ഒരു ലിങ്കിലാണ്, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ എന്താണ് അത് അപ്ഡേറ്റ് ചെയ്യുന്നത്. എംപ്ലോയിയുടെ മൊബൈൽ നമ്പറൊക്കെ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെയാണ്. മൊബൈൽ നമ്പർ ബൾക്കായിട്ട് നമുക്ക് ഒരു എംപ്ലോയിയുടെ അല്ല പലരുടെയും ഉണ്ടെന്നുണ്ടെങ്കിൽ ബൾക്കായിട്ട് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാം. അതാണെങ്കിൽ അക്കൗണ്ട് നമ്പർ. ഈ പഞ്ച് കാർഡ് എന്ന് പറയുന്നത് എംപ്ലോയിയുടെ ESSA കാർഡ് പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ലിസ്റ്റ് ഓഫ് എംപ്ലോയീസ് എത്ര പേര് നമ്മൾ ESSA പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇവിടെ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ നോട്ടിഫിക്കേഷനൊക്കെ എടുക്കാൻ പറ്റും. ഈ ഏരിയ കണ്ടോ റൈറ്റ് സൈഡിൽ മന്ത്ലി കോൺട്രിബ്യൂഷൻ സെഷൻ. ഈ ഏരിയ ആണ് എന്താണ് നമുക്ക് കോൺട്രിബ്യൂഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തിരുന്നത്, കോൺട്രിബ്യൂഷൻ അപ്ലോഡ് ചെയ്തതും അതേ കണക്ക് തന്നെ എന്താണ് ഈ MC ടെംപ്ലേറ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്തത്. ദെൻ ചെല്ലാൻ ജനറേറ്റ് ചെയ്തത് ഈ ഏരിയയിൽ നിന്നാണ്, ചെല്ലാൻ ജനറേഷനിൽ നിന്നാണ് അല്ലേ. പിന്നെ ചെല്ലാനകത്ത് എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തണമെങ്കിൽ നമുക്ക് എന്താണ് ഇവിടെയും ചെയ്യാം. ദെൻ വേജ് ചെല്ലാൻ ഒമിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇവിടെ ചെയ്യാം. കോൺട്രിബ്യൂഷൻ ഹിസ്റ്ററി എടുക്കണമെങ്കിൽ നമുക്ക് എന്താണ് ഇവിടുന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് എംപ്ലോയിനെ രജിസ്റ്റർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം പുതിയ എംപ്ലോയി ആണ്, IP മുമ്പില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, രജിസ്ട്രേഷൻ ദാണ്ട് ഈ സെക്കൻഡ് ഓപ്ഷനില്ലേ രജിസ്റ്റർ ഓർ എൻറോൾ ന്യൂ എംപ്ലോയി എന്നുള്ള ഓപ്ഷൻ. സോ അവിടെ നമുക്ക് എന്താണ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്ഷനിലോട്ട് പോവാം. ഓക്കെ, ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ആൻഡ് ഇവിടെ ചോദിക്കുന്നത് ആധാർ, ഈ പറയപ്പെടുന്ന ആധാറുകാർക്ക് ആധാർ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും ഈ ആധാർ ഇതിനു മുമ്പ് ഉണ്ടോ ഇല്ലയോ എന്നാണ് ചോദിക്കുന്നത്. അതായത് ഈ എംപ്ലോയിക്ക് എന്താണ് ഇല്ല, ESIC IP നമ്പർ ഇല്ല. അപ്പോൾ നോ എന്ന് കൊടുത്തിട്ട് നമ്മൾ എന്താണ് ഓപ്ഷൻ പോവുക. അതിനുശേഷം അവരുടെ ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ yes എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഇപ്പം എംപ്ലോയിക്ക് നേരത്തെ ESSA നമ്പർ അലോട്ട് ചെയ്തതാണ്, വേറെ എവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ അവിടെ നിന്ന് ESSA ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവിടെ എന്ത് കൊടുക്കുക, yes എന്ന് കൊടുത്തിട്ട് ESIC ഇപ്പം നിലവിലുള്ള അവരുടെ ഏത് IP നമ്പർ എന്ന് ചോദിക്കുക. IP നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തന്നെ ഇവിടെ ജോയിൻ ചെയ്ത് നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്ത അപ്പോയിൻമെൻറ്റ് ഡേറ്റും ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ഓൾറെഡി എന്ത് വരും, അവരുടെ ഡീറ്റെയിൽസ് വരും. വെരിഫൈ ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ IP ഉള്ളവരെ നമുക്ക് എന്താണ് നമ്മുടെ കമ്പനിയിൽ ഇതുമായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇല്ല എന്നുണ്ടെങ്കിൽ പുതിയ എന്നുണ്ടെങ്കിൽ നോ എന്ന ഓപ്ഷനാണ് കൊടുക്കുന്നത്. ബി ഷുവർ ദാറ്റ് ദ എംപ്ലോയി ബീങ് രജിസ്റ്റേഴ്സ് ഡസ് നോട്ട് ഹാവ് എൻ ഇൻഷുറൻസ് നമ്പർ ജനറേറ്റഡ് എർലിയർ എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇപ്പം ഇല്ല, ഞാൻ പുതുതായിട്ട് എംപ്ലോയി ജോയിൻ ചെയ്ത കമ്പനിയിൽ എനിക്ക് എന്തില്ല, IP ഇല്ല, ESA ഒന്നും ഇതുവരെ ഇല്ല. അപ്പോൾ എൻ്റെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യുക. ഓക്കെ, OTP വരും. OTP 20 minutes ആണ്. അത് കഴിഞ്ഞാൽ ഇൻവാലിഡ് ആയിപ്പം ആ OTP എന്താണ് ഓക്കെ.
ദെൻ അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോഴത്തേന് ഇങ്ങനൊരു സെഷനാണ് ഓപ്പൺ ആയി വരുന്നത്. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കും. വായിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. എംപ്ലോയിയുടെ നെയിമാണ് വിത്ത് അക്കോർഡിംഗ് ടു ദ ആധാർ കാർഡിൽ എന്ത് നെയിമാണെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് എസ് പെർ ദ പ്രൂഫ് ഓഫ് ആധാർ ആൻഡ് മാരിറ്റൽ സ്റ്റാറ്റസ് ആൻഡ് അഡ്രസ്, പിൻ കോഡ്. ആൻഡ് സെയിം ആസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കോപ്പി പ്രസൻറ്റ് അഡ്രസ് ടു ദ പെർമനൻറ്റ് അഡ്രസ് ഇതുണ്ടല്ലേ, അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടൈപ്പ് ചെയ്ത അഡ്രസ്സ് തന്നെ താഴെയും വരും. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്നു. നെക്സ്റ്റ് ഏതാന്നുള്ളത് സ്റ്റേറ്റ് കൊടുക്കുന്നു. അതിനുശേഷം ഡിസ്ട്രിക്റ്റ് കൊടുക്കുന്നു. അതിനുശേഷം ഫാദേഴ്സ് നെയിം എന്ത് ചെയ്യുന്നു, ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഫാദേഴ്സ് നെയിം കൊടുക്കുന്നു. ദെൻ ജെൻഡർ എന്താണ്, മാൻഡേറ്ററി ആയിട്ട് ജെൻഡർ ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് നെയിം എന്ത് വേണം കൊടുത്തിരിക്കണം. തെറ്റിക്കാൻ പാടില്ല. അത് തെറ്റിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ചേഞ്ച് ചെയ്യാനായിട്ട്. ഓക്കെ, ഫോർമാലിറ്റീസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ജെൻഡർ കൊടുത്തു. ദെൻ അതിനുശേഷം നമ്മൾ അഡ്രസ്സ് കൊടുക്കുന്നു. അപ്പോൾ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് ഡേറ്റ് ഓഫ് ജോയിനിങ് ആൻഡ് ഫാദേഴ്സ് നെയിം ആൻഡ് ജെൻഡർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. തെറ്റിക്കാൻ പാടില്ല കേട്ടോ. ആൻഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ആൻഡ് പ്രസൻറ്റ് അഡ്രസ്സ് ഒക്കെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് സെയിം ആസ് ദ എബോവ് ആ ടിക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി വരും. ഇനി ഡിസ്പെൻസറി എന്താണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളുടെ മധ്യപ്രദേശ് ആണ് എന്നുണ്ടെങ്കിൽ, മധ്യപ്രദേശിൽ ഗുണ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ അവിടെ നമുക്ക് വേണ്ടുന്ന ഏതാണ് ESA ഡിസ്പെൻസറീസ് കാണും. ആ ഡിസ്പെൻസറിയുടെ പേര് ഈ പറയപ്പെടുന്ന ഡയലോഗ് ബാറിൽ ഇത്രയുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് വരുന്ന നിയറസ്റ്റ് ഏതാണെന്ന് നോക്കിയിട്ട് നമ്മൾ എന്താണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഡിസ്പെൻസറി സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇതിൻ്റെ സ്റ്റേറ്റ്. ഓക്കെ, ഡിസ്പെൻസറിയുടെ ഇത് ഇപ്പുറത്തും നമ്മൾ സെലക്ട് ചെയ്ത് അതേ കണക്ക് കൊടുക്കണം. ഫൈൻ. ഓക്കെ, സെലക്ട് ചെയ്തു. സോ സ്റ്റേറ്റും അതിൻ്റെ ഡിസ്പെൻസറിയും അതെല്ലാം നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് എന്താണ് എംപ്ലോയർ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി തരാം. അതിന് നമ്മളത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഡേറ്റ് ഓഫ് ജോയിനിങ് മാത്രമാണ്. ഓക്കെ, ഡേറ്റ് ഓഫ് അപ്പോയിൻമെൻ്റ് എന്ന് ഓപ്ഷൻ കണ്ടോ, ഡേറ്റ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഇവിടെ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏത് ഡേറ്റ് ഓഫ് ഒരു ഡേറ്റ് ഓഫ് അപ്പോയിൻമെൻറ്റ് അറിയാമല്ലോ. ഒരു എംപ്ലോയി ജോയിൻ ചെയ്ത് 10 ദിവസത്തിനുള്ളിൽ എന്ത് രജിസ്റ്റർ ചെയ്തിരിക്കണം, SSA രജിസ്റ്റർ ചെയ്തിരിക്കണം. 10 ദിവസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് ഓഫ് ജോയിനിങ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ കോൺട്രിബ്യൂഷൻ അതനുസരിച്ചാണ് നമ്മൾ റെമിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്താണ് ഇഷ്യൂസും കാര്യങ്ങളും പെൻറ്റേഴ്സ് ഒക്കെ വരും. സോ അതനുസരിച്ചാണ് ഡേറ്റ് ഓഫ് ജോയിനിങ്. എംപ്ലോയി ജോയിൻ ചെയ്ത് 10 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്താണ് ESA രജിസ്റ്റർ ചെയ്തിരിക്കണം. നമ്മൾ ഡേറ്റ് ഓഫ് ജോയിനിങ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ആൻഡ് പ്രീവിയസ് എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ് അറിയാമെന്നുണ്ടെങ്കിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ താഴെ ഒരു അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നോമിനിയുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്ന ഓപ്ഷനാണ്. ഓക്കെ, നോമിനിയുടെ നെയിം ആൻഡ് നോമിനിയുടെ അഡ്രസ്, നോമിനിയുടെ ഫോൺ നമ്പർ ആൻഡ് റിലേഷൻഷിപ്പ് വിത്ത് ദ നോമിനി ആൻഡ് സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിക്ട്, പിൻ കോഡ്, മൊബൈൽ നമ്പർ ഇതെല്ലാം കൊടുത്തിട്ട് നോമിനി എന്താണ് ഫാമിലി മെമ്പർ ആണോ, വെദർ ഇറ്റ് ഈസ് എ ഫാമിലി മെമ്പർ ഒരു ഔട്ട്സൈഡ് വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പം ഫാമിലി മെമ്പർ ആണെന്നുണ്ടെങ്കിൽ എസ് എന്ന് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നോ എന്ന് കൊടുക്കുക. ഓക്കെ, ദെൻ സേവ് കൊടുക്കുക. ഓക്കെ, ഡേറ്റ സേവ്ഡ് സക്സസ്ഫുള്ളി ആണ്. ഇനി നമ്മൾ താഴെ പോയിട്ട് എന്ത് കൊടുക്കുക, ഫാമിലി പെർട്ടിക്കുലേഴ്സ് ഓഫ് ഇൻഷുർഡ് പേഴ്സൺ ആരൊക്കെയാണ് നമ്മളുടെ ESAയിൽ ആഡ് ചെയ്യേണ്ടത് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കൊടുക്കുക. അവിടെയാണ് നമ്മളുടെ ബിലോങ്സ് ആരൊക്കെയാണെന്ന് വെച്ചാൽ അച്ഛൻ, അമ്മ, മക്കൾ, ഹസ്ബൻഡ്, ഇതൊക്കെ നമുക്ക് എന്തുണ്ട് അവരുടെ പേര്, അവരുടെ റിലേഷൻഷിപ്പ്, അവരുമായിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെയാണ് കൊടുക്കേണ്ടത്. അതൊക്കെ അവിടെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ താഴെ ബാങ്ക് അക്കൗണ്ട് നമ്പറും IFSC ബാങ്ക് അക്കൗണ്ട് നമ്പർ ആഡ് ചെയ്യാം. നമുക്ക് തിരിച്ച് റീഫണ്ടൊക്കെ കിട്ടണമെങ്കിൽ അക്കൗണ്ട് നമ്പർ ലിങ്ക് ചെയ്ത് വെച്ചേക്കണ്ടേ SSA സൈറ്റിൽ, അതിനാണ്. ഓക്കെ, കോൺട്രിബ്യൂഷനും പോണ്ടേ. നമ്മളുടെ ബാങ്കിൻ്റെ IFSC കോഡ് ടൈപ്പ് ചെയ്ത് ദെൻ സെർച്ച് കൊടുക്കുന്നു. അതിൻ്റെ അക്കൗണ്ട് നമ്പർ, MICR കോഡ്, അതൊക്കെ നമ്മുടെ പാസ്ബുക്കിൽ നോക്കിയാൽ കാണും കേട്ടോ. അതിൻ്റെ ഡോക്യുമെൻറ്റ് ഫയൽ അപ്ലോഡ് ചെയ്യണം. അതിൻ്റെ KB എന്ന് പറയുന്നത് 200 KB ആണ് മാക്സിമം സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, JPG അല്ലെങ്കിൽ PDF ഫോമാറ്റിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അക്കൗണ്ട് ടൈപ്പ് ഒക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിന് ശേഷം എന്താണ് ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ അതിനെ അപ്ലോഡ് ചെയ്യുന്നു. അതിന് സബ്മിറ്റ് കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ ഈ ഏരിയ എന്ന് പറയുന്നത് ബാങ്ക് ഡീറ്റെയിൽസിൻ്റെത്. ഫയൽ ചൂസും ചെയ്യണം. ഫയലിൻ്റെ അത് .jpg അല്ലെങ്കിൽ PDF ഫോമാറ്റ് ആയിരിക്കണം. 200 KB ആണ്. ദെൻ സബ്മിറ്റ് കൊടുക്കുന്നു. ഓക്കെ,
സബ്മിറ്റ് കൊടുത്തു. പിന്നെ ഇതെല്ലാം പെട്ടെന്ന് ചെയ്യണം കേട്ടോ. ഒരു ഇത്ര നേരം കഴിയുമ്പം ഈ ചെയ്യുന്ന എല്ലാം ഔട്ട്ഡേറ്റഡ് ആയി പോകും, അതിൽ തന്നെ ക്ലോസ്ഡ് ആയി പോകും ഈ ഒരു ഓപ്പൺ ചെയ്ത പേജ് കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് ചെയ്തോണം. ഡിക്ലറേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തു. സെലക്ട് SMS പ്രിഫേർഡ് ലാംഗ്വേജ്, നമുക്ക് SMS ഒക്കെ വരത്തില്ലേ എസ് എന്ന. സോ ഏത് ലാംഗ്വേജ്, ഇംഗ്ലീഷ് ആണോ എങ്കിൽ അത് മലയാളം ആണെങ്കിൽ മലയാളം, വോട്ട് ഇറ്റ് ഈസ് ലാംഗ്വേജ് യുവർ പ്രിഫറൻസ് വെച്ചിട്ട് സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തതിന് ശേഷം ഇതൊക്കെ ബ്ലർ ചെയ്തേക്കാണ്, ആൾക്കാരുടെ ഡീറ്റെയിൽസ് ആട്ടോ, ജസ്റ്റ് പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ സെറ്റ് ചെയ്തതാണ്. സോ ഡിക്ലറേഷൻ കൊടുത്തിട്ട് സബ്മിഷൻ കൊടുക്കുക. താഴെ എഴുതി വെച്ചേക്കുന്നുണ്ടോ, ഒരു എംപ്ലോയി ജോയിൻ ചെയ്ത 10 ഡേയ്സിനുള്ളിൽ വേണമെന്നുള്ളത്. സബ്മിറ്റ് കൊടുക്കുമ്പോഴത്തേന് ഓട്ടോമാറ്റിക്കലി എന്താണ്, ആ ആളുടെ ഈ പാൻ കാർഡ്, ESSA ഈ ചെല്ലാൻ കാർഡ് എന്താണ്, അവരുടെ ESSA അതായത് ഇൻഷുറൻസ് നമ്പർ ജനറേറ്റ് ആയി കഴിഞ്ഞു. നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ദാ ഇവിടെ ഇങ്ങനെ മെഡിക്കൽ അക്സെപ്റ്റൻസ് കാർഡ്, അതായത് ESSൽ കൊടുക്കേണ്ട കാർഡ് നമുക്ക് എന്താണ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് പ്രിന്റ് എടുത്തിട്ട് നമ്മൾ എന്താണ് അവരുടെ ഒരു ഫാമിലി ബിലോങ്സിനെ ആഡ് ചെയ്ത് അവിടെ അവരുമായിട്ട് നിന്ന ഫോട്ടോ എന്ത് വേണം ഇതിനകത്ത് ഫോട്ടോ എടുത്തിട്ട് ഒരു പർട്ടിക്കുലർ ഒരു സൈസ്, ആ പേപ്പർ പ്രിന്റ് എടുക്കുമ്പോൾ പർട്ടിക്കുലർ ഒരു സൈസ് നമുക്ക് അറിയാൻ പറ്റും. ആ സൈസിൽ ഫോട്ടോ ഒട്ടിച്ചുകൊണ്ട് വരാൻ പറയണം. എംപ്ലോയറിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ സീലും സൈനും ചെയ്ത് കൊടുത്തിട്ട് ഒരു നോട്ട്ബുക്കുമായിട്ട് മേടിച്ച് തൊട്ടടുത്തുള്ള ഏത് ഡിസ്പെൻസറി ആണോ അവരുടെ വെച്ചിരിക്കുന്ന ആ ഡിസ്പെൻസറി കൊണ്ട് കൊടുക്കുമ്പോഴാണ് ഇത് സ്റ്റാർട്ടപ്പ് ആകുന്നത്. അപ്പം ESSA മെഡിക്കൽ അക്സെപ്റ്റൻസ് കാർഡും കൊടുത്തു നമ്മൾ വിടും. ഇതിൻ്റെ പ്രിന്റ് എടുത്ത് കൊടുക്കണം. ഓക്കെ, ഇതേ ഉള്ളൂ എംപ്ലോയി രജിസ്ട്രേഷൻ. ഈ കാണുന്നതാണ് അവരുടെ IP നമ്പർ എന്ന് പറയുന്നത്, ഇൻഷുറൻസ് നമ്പർ. രജിസ്ട്രേഷൻ ചെയ്യുന്ന ഡേറ്റ് ആണിത്. ഇൻഷുർഡ് പേഴ്സൻ്റെ പേരാണ്, IP നമ്പർ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ നോക്കിയത് നിലവിലുള്ള ഒരു എന്താണ്, ഒരു എംപ്ലോയിക്ക് IP നമ്പർ ഇല്ല, സോ അത് ക്രിയേറ്റ് ചെയ്തതാണ് അപ്പം നോക്കിയത്. ഓക്കെ, employee registration without having any ESSA IP number previously, അതാണ് നമ്മൾ നോക്കിയത്. ഓക്കെ.